ഹായ് ഹലോ വെൽക്കം ബാക്ക്. നമ്മൾ കളർ ചേഞ്ചിങ് വാണ്ടറിങ് ഷൂവിനെ പറ്റിയിട്ട് ഒത്തിരി അറിവുകൾ ഞാൻ ഈ ചാനലിലൂടെ പകർന്നു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പേര് ഇങ്ങോട്ട് ചോദിച്ചൊരു കാര്യമായിരുന്നു ഇതിൻ്റെ പ്ലാന്റിങ് മെത്തേഡ് എങ്ങനെയാണ്, ഇതിൻ്റെ സ്പീഡ് ഗ്രോത്ത് എങ്ങനെയാണ് ഇതിനെ ബുഷിയായിട്ട് വളർത്തുക എന്നൊക്കെ. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ഇന്നൊരു വീഡിയോ ചെയ്യുന്നത്. അത് പോരാത്തതിന് ഇന്നെൻ്റെ ഒരു സബ്സ്ക്രൈബറിൻ്റെ ഒരു ബർത്ത്ഡേ വിഷും കൂടെ ഇതിനകത്ത് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവളുടെ ഒരു റിക്വസ്റ്റ് വീഡിയോയും കൂടെ ചേർത്തിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ സബ്സ്ക്രൈബറിൻ്റെ പേരും ഫോട്ടോയും ഒക്കെ ഞാൻ പിന്നീട് കാണിക്കാം. അപ്പോൾ ഈ കളർ ചേഞ്ചിങ് വാണ്ടറിങ് ഷൂവിനെ പറ്റിയിട്ട് കൂടുതൽ അറിയാത്തവർക്ക് ഞാൻ എൻ്റെ എൻഡ് സ്ക്രീനിൽ വീഡിയോയുടെ അവസാനം ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ അത് കണ്ടു വെക്കുക. അപ്പോൾ ഇതിൻ്റെ പോട്ടി മിക്സ്ചർ ഇത്രയേ ഉള്ളൂ. സാൻഡും സാധാരണ നമ്മളെ സോയിലും പിന്നെ കൗഡങ്ങും, അതായത് ഈ ചാണകപ്പൊടിയും. അപ്പോൾ ഇത് മൂന്ന് ഈക്വൽ പ്രൊപ്പോർഷനിൽ 1:1:1 പ്രൊപ്പോർഷനിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. അപ്പോൾ ഇതിനകത്താണ് നമ്മുടെ വാണ്ടറിങ് ഷൂ പ്ലാന്റിങ്ങിന് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഓർക്കിഡ് പോട്ടാണ് എടുത്തേക്കുന്നത്. ഓർക്കിഡ് പോട്ട് എടുത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അത് പറഞ്ഞു തരാം. ഇത് ശരിക്കും ബുഷിയായിട്ട് വളർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പോട്ട് തന്നെ സെലക്ട് ചെയ്തേക്കുന്നത്. പ്ലാന്റിങ് മെത്തേഡിന് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനമാണ്. ഇത് നമ്മുടെ ഈ ചാക്കാണ്, ഉള്ളിയൊക്കെ കൊണ്ടുവരുന്ന ചാക്കില്ലേ, അപ്പോൾ അത് കണക്ക് ഹോളുള്ള ചാക്ക്. അത് കിട്ടിയിട്ടില്ല എങ്കിൽ ചണച്ചാക്ക് എടുത്താലും മതി, ചണച്ചാക്കിൽ ഹോൾസ് ഇട്ടാൽ മതി. അത് കാണിച്ചു തരാം. അപ്പോൾ അതിനകത്തേക്ക് ഇതേ ഫിക്സ് ചെയ്ത് വെച്ചിട്ട് മണ്ണിട്ട് കൊടുത്തിട്ട് ബാക്കി വരുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ മണ്ണ് ഏകദേശം ഇത്ര ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇതിന് കൂടുതൽ വേണം, നമുക്കത് പിന്നീട് ഇടാം. അപ്പോൾ ഇതേ ഇതിനകത്തെ തണ്ടുകളാണ് എടുത്തേക്കുന്നത്. നമ്മളിപ്പോൾ ചണച്ചാക്കാണ് നിങ്ങൾ എടുത്തേക്കുന്നതെങ്കിൽ ചണച്ചാക്ക് ഇറക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് ഹോൾസ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിത് ഓൾറെഡി ഹോൾസ് ഉള്ളത് കൊണ്ട് ഞാൻ ഇതിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഹോൾ ഇട്ടെന്നേ ഉള്ളൂ. അപ്പോൾ ബാക്കി നമുക്ക് നമ്മുടെ ഹോൾസിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ ഇതേ ഫസ്റ്റ് ലെയർ ഞാൻ ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് താഴെ ഫുള്ളായിട്ട് അങ്ങനെ ആ 3 ലെയറും ചുറ്റിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ പ്രത്യേകതയെന്ന് പറഞ്ഞാൽ നല്ല ബുഷിയായിട്ട് ഒരേ തിക്നെസ്സിൽ പ്ലാന്റ് വളരും. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും പല ലീഫും പല കളറിലാണല്ലേ. അപ്പോൾ അതാണ് ഈ ഒരു പ്ലാന്റിൻ്റെ ഒരു പെക്യുലാരിറ്റി എന്ന് പറയുന്നത്. നല്ല ഭംഗിയാണ് മൊത്തത്തിലൊരു ലുക്ക് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊരു 3 മാസം എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇത് ഒക്ടോബറിൽ പബ്ലിഷ് ചെയ്യുന്നതാണ്, അതായത് ഈ മാസം ഒക്ടോബറിൽ പബ്ലിഷ് ചെയ്യുന്നു. അപ്പോൾ ജൂണിൽ തുടങ്ങിയ വീഡിയോ ആണ്, നല്ല മഴ പരുവമാണ്. അപ്പോൾ അത് ആ വീഡിയോയിൽ കാണാനും ഉണ്ടല്ലേ. അപ്പോൾ ഇനി നമുക്ക് ആ മുകൾ ഭാഗത്ത് കുറച്ചും കൂടെ മണ്ണിട്ട് കൊടുത്തിട്ട് മുകളിലും കൂടെ തണ്ടുകൾ ഒടിച്ചൊടിച്ച് വെച്ച് കൊടുക്കാം. അതിൻ്റെ ആ ഒരു തണ്ടിൻ്റെ അറ്റം തന്നെ വേണമെന്നില്ല, നമുക്ക് ആ ക്രോസ് കിട്ടിയാലും കുഴപ്പമില്ല. അതിനകത്തുനിന്ന് വീണ്ടും വീണ്ടും പൊട്ടിക്കിളിക്കുന്ന ഒരു പ്ലാന്റാണ്. ഒട്ടും കെയർ വേണ്ടാതെ വെള്ളമില്ലാതെ 3-4 ദിവസം വരെ അതിജീവിക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഈ ഒരു വാണ്ടറിങ് ഷൂ. നല്ല മഴയുണ്ട്. അപ്പോൾ ഒരു പോട്ടും കൂടെ ഞാൻ ഇതുപോലെ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 2 പോട്ടും കൂടെ 2 സൈഡിൽ ഹാങ് ചെയ്യാന്നുള്ളൊരു ഉദ്ദേശത്തിലായിരുന്നു ചെയ്തത്. മഴ കാരണം പിറ്റേന്നത്തേക്ക് ഹാങ് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഈ സാധാരണ റോപ്പ് തന്നെ നമ്മൾ ഹാങ്ങിങ്ങിന് ഉപയോഗിക്കുന്ന റോപ്പാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് ഇതേ 2 ചുവരിൽ അങ്ങറ്റവും ഇങ്ങറ്റവും ആയിട്ട് സിറ്റ് ഔട്ടിന് 2 അറ്റത്ത് ഹാങ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കളർ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇപ്പോഴത്തെ കളർ ആയിരിക്കില്ല പിന്നീടുള്ള ഷോർട്സിലൊക്കെ കാണുന്നത്. അപ്പോൾ ദേ ഇപ്പോൾ കണ്ടില്ലേ, ഇതൊരു 2 ആഴ്ചയ്ക്ക് ശേഷമുള്ള വ്യൂ ആണ്. നല്ല തണ്ടിനൊക്കെ നീളം വെച്ചു. അപ്പോൾ ഈ വെള്ളം ഒഴിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു, ആ ഓസ് വെറുതെ വെച്ച് കൊടുത്താൽ അത് ഫുള്ളായിട്ട് കവർ ചെയ്ത് അടിക്കണമെന്നൊന്നുമില്ല. എല്ലാ ഹോൾസിലും വെള്ളം എത്തിക്കോളും. ഇപ്പോൾ കണ്ടില്ലേ, ഈ കളർ കണ്ടില്ലേ, സൺലൈറ്റിൻ്റെ അടുത്തേക്ക് പോയേക്കുന്ന തണ്ടുകളെല്ലാം നല്ല പർപ്പിൾ ഷെയ്ഡാണ്. മറിച്ച് വലതുവശത്ത് കാണുന്നതെല്ലാം സൺലൈറ്റ് കിട്ടാതെ ഇരിക്കുന്നത് കൊണ്ട് ആ ഒരു ഗ്രീൻ ഷെയ്ഡ് വന്നേക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഓറഞ്ചും മറ്റേ യെല്ലോ അതുപോലുള്ള കളേഴ്സൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഏകദേശം 1 മാസം എടുത്ത് ഇതുപോലെ ഒന്നായി കിട്ടാനായിട്ട്. അപ്പോൾ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ എൻ്റെ ഒരു സബ്സ്ക്രൈബറിനെ പറ്റിയിട്ട്. അപ്പോൾ ആ ഒരു കുട്ടി വളരെ സപ്പോർട്ടീവാണ്, ഒരുപാട് ഇഷ്ടമാണ് അവൾക്ക് എൻ്റെ ചാനലിൽ. അപ്പോൾ ഇതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേര് എൻ്റെ കമൻറ്റ് ലിസ്റ്റിൽ വന്നിട്ട് പേഴ്സണലി മെസ്സേജ് അയക്കുന്നുണ്ട്, നമ്പർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ആയിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഫേസ്ബുക്ക് ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്ത് സംശയങ്ങളാണെങ്കിലും അതിൽ ചോദിച്ചാൽ മതി. ഇൻസ്റ്റഗ്രാം വഴിയും മെസ്സേജ് അയക്കാം, ഫേസ്ബുക്കിൽ മെസ്സേജ് അയച്ചാലും എല്ലാവർക്കും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഷെഫ്ന അൻവർ. അപ്പോൾ 27-ാം തീയതിയാണ് അവളുടെ ബർത്ത്ഡേ. അപ്പോൾ 1000 ജന്മദിനാശംസകൾ ഞാൻ നേരുന്നു. ഒരുപാട് സന്തോഷമുണ്ട് ഇതുപോലുള്ള ഒത്തിരി ഫ്രണ്ട്ഷിപ്പ് നമുക്ക് കിട്ടുന്നതിൽ. അപ്പോൾ വീഡിയോ ഇതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. ഒത്തിരി സന്തോഷമുണ്ട്, പറഞ്ഞറിയിക്കാനൊക്കാത്ത സന്തോഷമുണ്ട്.
അപ്പോൾ ഈ ഒരു വാണ്ടറിങ് ഷൂവിൻ്റെ വീഡിയോ ദേ ഇവിടെ അവസാനിക്കുകയാണ്. ഇപ്പോഴത്തെ ഒരു കാഴ്ച ഇതാണ്. അതായത് 3 മാസം പിന്നിട്ടപ്പോൾ ഇതിൻ്റെ വളർച്ച ഇത്രയുമാണ്. അപ്പോൾ ഏകദേശം ഒരു കെയറും ഞാൻ കൊടുത്തിട്ടില്ല. പ്രത്യേകിച്ചിട്ട് വളങ്ങളോ അങ്ങനെ ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല. സാധാരണ വെള്ളം സൺലൈറ്റ് കിട്ടുന്നൊരു ഭാഗത്തേക്ക് ഹാങ് ചെയ്ത് കൊടുത്തേക്കുന്നു. ഈ 2 കാര്യങ്ങളെ ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇത്രയേറെ വളർച്ച കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ വളരും. ഇനി ഇത് താഴെ അറ്റം വരെ വളരണം, അതാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അങ്ങനെ വളർന്നതിന് ശേഷം ഞാൻ അത് കാണിച്ചു തന്നേക്കാം. ഏതെങ്കിലും ഒരു വീഡിയോൻ്റെ ഇടയ്ക്ക് ഞാൻ ആ ഒരു ഷോട്ട് ഇട്ടേക്കാം. അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയും പുതിയ ഒരുപാട് പ്ലാൻ ക്രാഫ്റ്റും പ്ലാൻ ബേസ്ഡ് വീഡിയോസും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.